വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെച്ച് കണ്ടില്ലേ നിങ്ങൾ? ഇനി, ഇപ്പോൾ, ഇപ്പോഴും, എപ്പോഴെങ്കിലും, ഇനിയും, ഇങ്ങനെ പറയുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സെൻറ്റൻസുകളെല്ലാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്, ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നൗ എന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടും നൗ എന്ന് യൂസ് ചെയ്യും. ഇനി ഇപ്പോഴും എന്ന് പറയുമ്പോൾ സ്റ്റിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിൽ. അതുപോലെ എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും എന്ന് പറയാറുണ്ട് അല്ലെ? എപ്പോഴെങ്കിലും എന്ന് പറയുന്നതിന് എവർ എന്നാണ് യൂസ് ചെയ്യാറ്. എന്താണ്? എവർ എന്നാണ് യൂസ് ചെയ്യാറ്. ഇനി ഇനിയും എന്ന് പറയാറുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വലിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ മോർ എന്നാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? മോർ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഈ നൗ, അതുപോലെ സ്റ്റില്, എവർ, മോർ ഇവ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഇനി, ഇപ്പോൾ, അതുപോലെ ഇപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സെന്റൻസുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാലോ? ഇനി നമുക്ക് പോകാം. അതുപോലെ ഇപ്പോൾ അവൻ വരില്ല, ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ, എപ്പോഴെങ്കിലും നീ എന്നെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സെന്റൻസുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇനി, ഇപ്പോൾ, ഇപ്പോഴും, അതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെൻറ്റൻസ് ആക്കി മാറ്റാമെന്ന് നോക്കാം. ഇനി നമുക്ക് പോകാം. ഇങ്ങനെ പറയാം. ഇപ്പോൾ ഒരുപാട് സമയം നമ്മളൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പറയാറുണ്ട് ഇനി നമുക്ക് പോകാം എന്ന് പറയാറുണ്ട് അല്ലേ? നൗ ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നൗ. ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ട് നൗ ലെറ്റ്സ് ഗോ. നൗ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് പോകാം. ക്ലിയർ? ഇനി ഇപ്പോൾ അവൻ വരില്ല, ഇപ്പോൾ അവൻ വരില്ല. ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? നൗ എന്ന് തന്നെയാണ് അല്ലേ? എന്താണ്? ഇപ്പോൾ അവൻ വരില്ല എന്നാണ്. അവിടെ നമ്മൾ നൗ അവൻ, ഹി, വോണ്ട്, വിൽ നോട്ട് അല്ലേ? അതിനെ ഷോർട്ട് ആക്കുമ്പോൾ വോണ്ട്. നൗ ഹി വോണ്ട് കം. Now he won't come. ഇപ്പോൾ അവൻ വരില്ല. നെക്സ്റ്റ്, ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ, ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ. ഇവിടെ ഇപ്പോഴും എന്നാണ്. ഇപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റിൽ എന്നാണ്. അപ്പൊ ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ എന്നെങ്ങനെയാ ചോദിക്കുക? ഇല്ലേ, ആൻഡ് യു. അതായത് ആർ നോട്ട്, ആൻഡ് യു, ആൻഡ് യു സ്റ്റിൽ. ഇപ്പോഴും. എത്തുക എന്നുള്ളതിൽ നമുക്ക് റീച്ച് യൂസ് ചെയ്യാം, ഗെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് റീച്ച്, ആൻഡ് യു സ്റ്റിൽ റീച്ച് ദർ. അവിടെ അല്ലേ? ദർ, അവിടെ. അപ്പോൾ ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പം ആൻഡ് യു സ്റ്റിൽ റീച്ച് ദർ അല്ലെങ്കിൽ ഗെറ്റ് ദർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. എത്തുക എന്നുള്ളതിന് ആൻഡ് യു സ്റ്റിൽ റീച്ച് ദർ. ഇപ്പോഴും നീ അവിടെ എത്തിയില്ലേ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, എപ്പോഴെങ്കിലും നീ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ. എപ്പോഴെങ്കിലും നീ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? നീ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ എനിക്ക് വിളിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവർ എന്ന വേർഡ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ സെന്റൻസിൽ പറയാ? എപ്പോഴെങ്കിലും നീ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്നെങ്ങനെ പറയാ? ഹാവ് യു യൂസ് ചെയ്ത് ചോദിക്കാം അല്ലേ? ഹാവ് യു എവർ. എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും. ഹാവ് യു എവർ, എപ്പോഴെങ്കിലും നീ എന്നെ. ടേക്കൺ, ടേക്കിന്റെ V3 ആണ് ടേക്കൺ എന്ന് പറയുന്നത്. ആവാസ് വരുമ്പോൾ ടേക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ഹാവ് യു എവർ ടേക്കൺ മീ. അതിനുശേഷം മീ
വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് യു എവർ ടേക്കൺ മീ ഔട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും നീ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? എപ്പോഴെങ്കിലും നീ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കുക? ഇവിടെ എപ്പോഴെങ്കിലും നീ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാവ് യു എവർ ബോട്ട് അല്ലേ? ഹാവ് യു എവർ എപ്പോഴെങ്കിലും. ബോട്ട് ബൈൻ്റെ വിത്ത് എന്താണ്? ബോട്ടാണ്. അപ്പം ബോട്ട്, ഹാവ് യു എവർ ബോട്ട്, എപ്പോഴെങ്കിലും നീ വാങ്ങി തന്നിട്ടുണ്ടോ? എന്ത്? ആർക്ക്? എനിക്ക് അല്ലേ? അപ്പൊ ഹാവ് യു എവർ ബോട്ട് മീ എ ഡ്രസ്. ഹാവ് യു എവർ ബോട്ട് മീ എ ഡ്രസ്, എപ്പോഴെങ്കിലും നീ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടോ? അപ്പൊ എപ്പോഴെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് എവർ എന്ന് യൂസ് ചെയ്തു. അപ്പോൾ ഇനി ഈ എവർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ, ലാസ്റ്റ് തരാം. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ഇനിയും. ഇനിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോർ എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മോർ ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാണ്, എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. ഇതെങ്ങനെ പറയാം? എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. ഇവിടെ ഇനിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ മോർ എന്ന് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിത് സെന്റൻസിൽ എങ്ങനെ പറയും? എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട് എന്നുള്ളത് എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. അപ്പോൾ പറയാനുണ്ട് ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഹാവ് മോർ ടു ടെൽ യു. ഐ ഹാവ് എനിക്കുണ്ട്, മോർ ഇനിയും, ടു ടെൽ പറയാൻ, യു നിന്നോട്. അപ്പോൾ എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട് എന്ന് പറയുന്നതിന് ഇനിയും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മോർ എന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഐ ഹാവ് മോർ ടു ടെൽ യു, എനിക്ക് നിന്നോട് ഇനിയും പറയാനുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ തരാം. എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇവിടെ എപ്പോഴെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എവർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് സിമ്പിളായിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് എവർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? നമുക്കറിയാം അല്ലേ? അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻ്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇനി, അതുപോലെ തന്നെ ഇനിയും, ഇപ്പോൾ, അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടും നൗ യൂസ് ചെയ്യുന്നു. ഇനിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് മോർ എന്ന് യൂസ് ചെയ്യുന്നു. അതുപോലെ സ്റ്റിൽ ഇപ്പോഴും, എപ്പോഴെങ്കിലും, എവർ എപ്പോഴെങ്കിലും, നൗ, മോർ, സ്റ്റിൽ, എവർ. ഇവിടെ മീനിങ് എന്താണ്? ഇപ്പോൾ, ഇനി. നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്റ്റിൽ ഇപ്പോഴും, പിന്നെ മോർ ഇനിയും, എവർ എപ്പോഴെങ്കിലും. ഓക്കെ, എപ്പോഴെങ്കിലും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.